യെസ്, എന്തായാലും ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസിലെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാം, എല്ലാ സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്ത് അവിടെയുള്ള ജനങ്ങളുടെ ഒരു വികാരമൊക്കെ പ്രതിഫലിക്കുന്ന വളരെ രസകരമായ ഒരു പരിപാടി തന്നെയായിരിക്കും. PC സൈഫുദ്ദീനും അബ്ബാസുമാണ് യാത്രയിലുള്ളത്. ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്നാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും തത്സമയം ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് PC സൈഫുദ്ദീനെ സംബന്ധിച്ചിടത്തോളം സൈഫുദ്ദീൻ ഒരു യാത്രാപ്രിയനാണ്. പിന്നെ അതിന് സകല പിന്തുണയും കൊടുക്കാൻ അബ്ബാസും കൂടെയുണ്ട്. അതുകൊണ്ട് കന്യാകുമാരി ഫ്ലാഗ് ഓഫിനപ്പുറം തന്നെ അവിടെ കാണാൻ പറ്റുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ അവർ സഞ്ചരിച്ചിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം. സെയ്ഫ്, അബ്ബാസ്, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? അവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ ഒന്ന് ചുറ്റിക്കറങ്ങിയ യാത്രയടിച്ച് കണ്ടു? അവിടെ കണ്ട വിശേഷങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ കാഴ്ചകൾ കൂടി ഒന്ന് പറയൂ. ജെൽസി, വെരി വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഉള്ളത് ഇപ്പോ കന്യാകുമാരിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോസ്റ്റ് എക്സൈറ്റഡ് ട്രിപ്പ്, ദ ഇലക്ഷൻ ജേണി ഇവിടെ ആരംഭിക്കുകയാണ് അല്ലേ? എവിടുന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്? അതെ 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 നമ്മളിപ്പോ ജെൽസി, നമ്മൾ ഈ രാജ്യത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് വിവേകാനന്ദ പാർക്ക് മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ തെക്കേ അറ്റത്തുനിന്ന് രാജ്യത്തിന്റെ തെക്ക് വടക്ക് യാത്ര തുടങ്ങുകയാണ് ഞങ്ങള്. ഈ ഭൂമിയിൽ നിന്ന്, ഈ സംഗമ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ തുടങ്ങാനൊരു കാരണമുണ്ട്. അബ്ബാസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഒന്നുമില്ല, ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മൾ അറബിക്കടല്, പിന്നെ അതേപോലെ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും കൂടിച്ചേരുന്ന മുക്കടൽ എന്നാണ് ഇവർ ഇതിനെ പറയുന്നത്. നമ്മൾ ത്രിവേണി സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് കോളാക്കും, പക്ഷെ അവരത് ചന്ദമാന തമിഴിൽ മുക്കടൽ എന്ന് പറയും. അതെ അതെ, തീർച്ചയായിട്ടും നല്ല ഗംഭീരമായ ആ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിതാ വിവേകാനന്ദന്റെ അതില് പ്രതിമ കാണാം. ഓക്കെ, അവിടെ അപ്പുറത്തുണ്ട്. പിന്നെ മനോഹരമാർന്ന കന്യാകുമാരിയുടെ ബീച്ച് സൈഡ് തൊട്ട് അപ്പുറത്തുണ്ട്. രാവിലെ 8 കാലമായിട്ടുള്ള, പക്ഷെ നല്ല വെയിലും, അതെ നല്ല കാറ്റാണ്, നല്ല വെയിലാണ്. സന്ദർശകരൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. ട്രിപ്പ് ബോട്ടിൽ തന്നെ അങ്ങോട്ട് പോകും. അതെ അതെ, നല്ല ഗംഭീരമായൊരു സ്ഥലമാണ്. നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ തിരുവനന്തപുരത്ത് വന്ദേ ഭാരതിൽ ഏകദേശം 11 മണിക്ക് വന്നിറങ്ങി. അവിടുന്ന് നമ്മൾ ഒരു 1.5 മണിക്കൂർ അതായത് തിരൂര് പൂക്കയിൽ നിന്ന് ആദ്യമായി വന്ദേ ഭാരതിൽ യാത്ര ചെയ്തെന്നുള്ള അപൂർവ നേട്ടം കൂടി സ്വന്തമാക്കി നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു നിൽക്കുക. ഓക്കെ. അപ്പോ വാഴക്കാട് എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് സൈഫു PC വരുന്നു. തിരൂർ എന്ന് പറയുന്ന ഒരു ഇടത്തര നഗരത്തിൽ നിന്ന് ഞാൻ വരുന്നു. ഏതായാലും ഞങ്ങൾ അവിടെ എത്തി. ഏതൊരു 1.5 മണിക്കൂർ കൊണ്ട് നാഗർകോവിൽ എത്തി. അവിടെ നിന്ന് ഒരു ഒഴിഞ്ഞ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ടൂറിസ്റ്റ്, അതില് നാഗർകോവിൽ തള്ളൽപ്പം കുറയ്ക്കാമെന്ന് എനിക്ക് ഒരു ചെറിയൊരു അഭിപ്രായമുണ്ട്. ഏതായാലും ഞങ്ങൾ 2-3 ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തി. ഏകദേശം ഒരു 2-2.5 മണിക്കാണ് നമ്മൾ ഇന്നലെ കന്യാകുമാരിയിൽ എത്തുന്നത്. അവിടുത്തെ ഒരു റൂം അന്വേഷിച്ചു, റൂം കിട്ടി. അവിടെ ഒരു 2-2.5 മണിക്കൂറേ ഞങ്ങൾക്ക് ഉറങ്ങാൻ കിട്ടിയുള്ളൂ. ഈവൻ ഭയങ്കര കൂർക്കം വലിച്ച് ഉറക്കായിരുന്നു. ഞാൻ വന്നിട്ട് ഉണർത്തി. ഞാൻ വന്നിട്ട് പറഞ്ഞു തരേണ്ടത് ജിൽസിക്ക് മനസ്സിലാവുമല്ലോ. അതെ അതെ ജിൽസി, നമ്മള് സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതാണ് ഈ ട്രിപ്പിനെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ധാരണ. എന്താ ഈ ട്രിപ്പിന്റെ രഹസ്യങ്ങളൊക്കെ നമ്മോട് കൂടി മണ്ണടിയ അറിയണ്ട എന്നുള്ളൊരു ധാരണ. പണ്ട് 2 പേര് ചന്ദ്രന് പോയ പോലെ അവള് മണ്ടർമാർ ലണ്ടനിൽ പോയി എന്നാണ് ഇതിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതായാലും നമ്മളവിടെ 2-2.5 മണിക്കൂർ ഉറങ്ങി. പിന്നെ നമ്മൾ നേരെ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടായിരുന്നു. നമ്മൾ എത്തി. നമ്മളൊരു ട്രിപ്പ് തുടങ്ങുന്നതിനൊരു സൂപ്പർ എക്സൈറ്റ്മെന്റ് നമുക്ക് എന്തായാലും ഉണ്ട്. അതിഗംഭീരമായി വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് യാത്ര തുടങ്ങിയത്. ആ ബിൽഡപ്പിനനുസരിച്ച് സാധനങ്ങൾ കിട്ടില്ലേ എന്ന് പ്രേക്ഷകർ തന്നെ കമന്റ് ഒന്നും വെച്ച് കഴിഞ്ഞാൽ ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ബിൽഡപ്പ് മാത്രമല്ല, കന്യാകുമാരിയിൽ തന്നെ ഞങ്ങൾ എന്ന് വെച്ചാൽ കന്യാകുമാരിയിൽ ചെല്ലാവുന്നിടത്തോളം നമ്മൾ ചെല്ലുമല്ലേ എല്ലാത്തരം മനുഷ്യരും. തീർച്ചയായിട്ടും അതില് നമ്മളിപ്പോ ഇന്ന് പോകുന്നതോടുകൂടെ ഇവിടെ ഒരു വലിയൊരു ഫിഷറീസ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു വലിയൊരു കോൺഗ്രസ്, ഒരു പൊളിറ്റിക്കൽ മണ്ഡലമാണ്. ഈ നിലപാടുള്ള ആളുകളാണ് എല്ലായിടങ്ങളിലും. നമ്മൾ ആ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ഡിസൈഡഡ് ആണ്. ഒരു വലിയ അങ്ങേറ്റം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിൽ ഞങ്ങളുടെ നിർണായകമായ ഭാഗധേയം ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്നു എന്ന് കൃത്യമായ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്ത് കാത്തു നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ ഞങ്ങൾ അതിരാവിലെ തന്നെ കണ്ടു. അതെ, രാവിലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ മീൻ കൊണ്ടുവരുന്നു, ബോട്ടിൽ നിന്ന് മീൻ ഇറക്കുന്നു. അവിടെ എന്താ പറയാ,
ലേലം വിളിക്കാനുള്ള സെറ്റപ്പ് നടത്തുന്നു. ഇങ്ങനെയുള്ള ഭയങ്കര രസകരമായ കാഴ്ചകളിലൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നമുക്കത് പോയിട്ട് നമുക്കത് കവർ ചെയ്യേണ്ടതുണ്ട്. ഏതായാലും നമ്മളിങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മണ്ഡലത്തിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്ത് കാശ്മീർ വരെയുള്ള ഒരു യാത്ര നമ്മൾ അതിഗംഭീരമായി തുടങ്ങുകയാണ്. ജിൽസി, ഇന്ന് ഞങ്ങൾ ഇങ്ങനെ കന്യാകുമാരിയിൽ ഒന്ന് കറങ്ങും, നാട്ടുകാരുടെ വിവരങ്ങളൊക്കെ ഒന്ന് കറങ്ങും. എന്നിട്ട് ഞങ്ങൾ അടുത്ത സ്വീകരണ കേന്ദ്രമായ ഓക്കെ കന്യാകുമാരിയിൽ എക്സ്പ്ലോറേഷൻ ആണ്. നമ്മൾ വീഡിയോ എടുക്കുന്നപ്പോൾ അവർക്കറിയില്ലല്ലോ, അവരിങ്ങനെ പോവുകയാണ്. ഏതായാലും ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, ഒരുപാട് അവിടെ ഫോട്ടോ എടുക്കുന്നതും സെൽഫി എടുക്കുന്നതും. തീർച്ചയായിട്ടും ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഓക്കെ. ഏതായാലും ജിൽസി, നമുക്ക് ഇനിയും മോർണിംഗുകളിൽ നമുക്ക് കാണാം, എന്താ പറയാ, മുട്ടേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും. കഴിഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ പലവിധமான മനിതരുകളെ കാണാൻ കമലഹാസന്റെ ശൈലിയിൽ പറഞ്ഞാൽ എന്താ പറയാ, കമലഹാസൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഏതായാലും പുതിയ മനിതരുകളെ, പുതിയ മനുഷ്യന്മാരെ, പുതിയ ദേശം, പുതിയ ഭാഷകൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, പലവിധமான ശൈലികൾ താണ്ടി, ഇലക്ഷൻ വിശേഷങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വി ആർ ഗോയിങ് ടു ദാറ്റ് ആൻഡ് സൂപ്പർ എക്സൈറ്റഡ്. ദെൻ നമ്മളിവിടെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ജിൽസി, താങ്ക് യു. അപ്പോൾ നമുക്കിനി വരും ബുള്ളറ്റിനുകളിലും നാളെയും രാവിലെയൊക്കെ ഏറ്റുമുട്ടാം. അപ്പോൾ ശരി, തുടങ്ങാം. ബൈ.